അപ്പോൾ പാമ്പ് കടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, വീട്ടുകാരാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ നടത്താതെ മറ്റൊന്നും ചെയ്യാതെ മുറിവിൽ ഒന്നും ചെയ്യണ്ട, അവിടെ വെച്ച് കിട്ടിയ വേണ്ട, ഡ്യൂട്ടിക്ക് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ചെയ്യാതെ ആ പേഷ്യൻറ്റിനെ എടുത്ത് കൊണ്ടുപോയിട്ട് കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കുള്ള വിളിച്ച് ചോദിക്കണം, ആശുപത്രിയിലേക്ക് വിളിച്ച് ചോദിക്കുക, ആൻറ്റിബയോട്ടിക് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം. അല്ലാതെ സമയം കളയരുത്. അന്നേരം ആൻറ്റിബയോട്ടിക് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് ആൻറ്റിബയോട്ടിക്കുള്ള ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോയില്ല പേഷ്യൻറ്റിനെ കൊണ്ടുപോയില്ല. ഹോസ്പിറ്റലിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ നോക്കി സമയം കളയാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പം വന്ന ഉടനെ തന്നെ ഇപ്പോൾ വിഷമുള്ള പാമ്പല്ല കടിച്ചതെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ സപ്പോസ് ഉദാഹരണമായിട്ട് ഇപ്പോൾ സാൻബോവ എന്ന് പറഞ്ഞൊരു ഒരുതരം പാമ്പുണ്ട്. സാൻബോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടൂലി എന്നാ പറയുക മലയാളത്തിൽ. ഈ സാൻബോവയെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ അണലിയുടെ പോലെ ഇരിക്കും, പക്ഷേ അതിന് വ്യത്യാസമുണ്ട്. അണലിയുടെ പുറത്ത് 3 ഡിസൈൻ നേരെ ഒരേ ലൈനിലായിട്ടാണ് പോരുക. 3 ഡിസൈൻ പുറത്തായിട്ട് 3 ഡിസൈൻ ഇങ്ങനെ. അതേസമയം സാൻബോവയ്ക്ക് അങ്ങനെയല്ല. സാൻബോവയ്ക്ക് ഇറഗുലർ ആയിട്ടായിരിക്കും പുറത്ത് ഡിസൈൻ. പക്ഷേ അറിയാൻ പാടില്ലാത്തവരാണ് സാൻബോവ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ജില്ലാശുപത്രിയിൽ പണ്ട് ഒരു ഡോക്ടറെ വീട്ടിൽ നിന്ന് കാണിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഈ സാൻബോവ അടിച്ചിട്ട് അള്ളിയാന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തു. അപ്പോൾ സാൻബോവയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, മരുന്നുകൊണ്ട് ഈ സാധനം പാമ്പിൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണം, ഡോക്ടേഴ്സ് തിരിച്ചറിയണം. അതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. സാൻബോവയെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞിട്ട് അതിനാണെങ്കിലും പിന്നെ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. അപ്പോൾ കടിച്ച പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഡോക്ടർമാർ. പിന്നെ രണ്ടാമത്തെ സംഗതി, പെട്ടെന്ന് തന്നെ വന്ന ഉടനെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നീക്കണം, അതിൽ നീട്ടിക്കൊണ്ട് പോകരുത്. പിന്നെ ഒരു പേഷ്യൻറ്റിന് ഇനി അഥവാ ഇപ്പോൾ മൂർഖം കടിച്ചവരാണെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് പാരാലിസിസ് വന്നിട്ട് റെസ്പിറേഷൻ ഇല്ലാതെ ആ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വെന്റിലേറ്ററിലേക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. വെന്റിലേറ്റർ ഇല്ലാതെ അത് ഇലിയോസിക് എന്നുള്ള മരുന്ന് കൊടുത്തിട്ട് വെന്റിലേറ്ററിൽ ഉള്ള സ്ഥലത്തേക്ക് വേറെ റെഫർ ചെയ്യണം, അങ്ങനെയുള്ള കേസുകൾ. പക്ഷേ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്തിരുന്നെങ്കിൽ ആ പേഷ്യൻ്റ് ഈ ഇതുപോലെ റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ശ്വാസം എടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ വരില്ല. പേഷ്യൻ്റ് അല്ലാതെ തന്നെ പേഷ്യൻ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി.